അതോടൊപ്പം പണ്ഡിതന്മാർ പറഞ്ഞു, ഹൃദയത്തെ ഒരുക്കുന്നതിന്റെ ഭാഗമാണ് അത്തൗബത്തു വകസ്റത്തുൽ ഇസ്തിഗ്ഫാർ. തൗബയും ഇസ്തിഗ്ഫാറും അധികരിപ്പിച്ചുകൊണ്ട് റമളാനിനെ വരവേൽക്കണം. റമളാനിന്റെ അവസാനത്തിൽ തൗബ ചെയ്യാറുണ്ട്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാറുണ്ട്, ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ റമളാൻ തുടങ്ങേണ്ടത് തന്നെ തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടുമാണ്. ഇത് പലർക്കും മനസ്സിലാകാറില്ല. എന്തുകൊണ്ടാണത്? കഴിഞ്ഞ റമളാൻ, അതിനുശേഷം ഈ മാസം വരെ, ശഅബാൻ വരെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പിഴവുകൾ, കുറവുകൾ, തെറ്റുകൾ, ഹറാമുകൾ സംഭവിച്ചിട്ടുണ്ടാകും. ഇതിൽ നിന്നെല്ലാം, ആ പാപക്കറകളിൽ നിന്നെല്ലാം നമ്മെ കഴുകി ശുദ്ധിയാക്കി തൗബയോടെ ഇസ്തിഗ്ഫാറോടെ ഹൃദയ ശുദ്ധീകരണം നടത്തി വേണം നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കാൻ. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞതുപോലെ വത്തഖ്ലിയതു ഖബ്ല തഹ്ലിയ, നമ്മൾ റമളാനിൽ നന്മകൾ ഭംഗിയായി നമ്മുടെ കർമ്മങ്ങളായി എടുത്തണിയുന്നതിന് മുമ്പ്, റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചില സംസ്കരണ പ്രവർത്തനങ്ങൾ, ശുദ്ധീകരണങ്ങൾ നടത്തണം.